എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇന്ന് നിങ്ങൾ തമ്പ്നെയിലിൽ കണ്ട പോലെയുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോയ്ക്ക് അറ്റംപ്റ്റ് ചെയ്യുക ആ വാക്കാണ് ഇതിനകത്ത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. മലയാളത്തിലെ ആദ്യത്തെ മിനിയേച്ചർ ഹോം ടൂർ വീഡിയോ. ഹോം ടൂർ തന്നെയാണ്. എനിക്ക് ഒരു വളരെ വ്യത്യസ്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അത് സക്സസ് ആണോ അല്ലയോ എന്ന് നിങ്ങൾ തന്നെ കണ്ടിട്ട് പറയണം. ഇത് ആദ്യം കണ്ടത് നമ്മുടെ വീടിൻ്റെ മിനിയേച്ചറാണ്. അതിൻ്റെ ഫ്രണ്ട് ഏരിയ, യഥാർത്ഥത്തിലുള്ള ഫ്രണ്ട് ഏരിയ ഇപ്പം നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ നമ്മുടെ ഡോക്ടർ ഇന്ത്യയുടെ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അല്ലാത്തവർക്ക് കയറി കാണാവുന്നതാണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇത് മിനിയേച്ചർ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന എൻ്റെ സുഹൃത്തായിട്ടുള്ള വിഷ്ണു ആണ്. അദ്ദേഹം ഒരു ഡിസൈനറാണ്. ഇത് ഞങ്ങൾ സെല്ല് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പുറകെ പറയാം. നമ്മുടെ ഫസ്റ്റ് നിങ്ങൾ ആ പ്ലാന്റർ ബോക്സ്, എൻ്റെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഫ്രണ്ടിലുള്ള പ്ലാന്റർ ബോക്സാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പ്ലാന്റർ ബോക്സ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് മിനിയേച്ചർ ചെയ്തിരിക്കുന്നത് PVC-യിലാണ് കേട്ടോ, അല്ലെങ്കിൽ മൾട്ടിവുഡ് എന്ന് പറയുന്ന പ്രോഡക്റ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പ്ലാന്റർ ബോക്സ് അതിൻ്റെ മുകളിലുള്ള അതിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു പെർഗോള ഇല്ലേ, അതുവരെ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. സൈഡ് വ്യൂ അതുപോലെ എൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്ലാന്റർ ബോക്സിനകത്തുള്ള ചെടികളും മണ്ണും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒറിജിനൽ വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കലാത്തിയ പ്ലാന്റാണ് ഞാനതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ച് പേൾ ഗ്രാസ് ഉണങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. പേൾ ഗ്രാസിൻ്റെ അകത്ത് ടെൻഷനില്ല, അടുത്ത മഴയ്ക്ക് അല്ലെങ്കിൽ അടുത്ത വെയിലിന് അത് കയറി വരും. ഇനി ഫ്രണ്ടിലത്തെ നമ്മുടെ പോർഷൻ, അവിടെ സിറ്റ് ഔട്ട് എല്ലാവരും കണ്ടിട്ടുണ്ട്. നമ്മുടെ സിറ്റ് ഔട്ടിലൊരു പ്ലാന്റർ ബോക്സ് ഉണ്ട്. ആ പ്ലാന്റർ ബോക്സ് വരെ നമ്മൾ ഇതിൽ ഡീറ്റെയിൽ ഇട്ടിട്ടുണ്ട്. സിറ്റ് ഔട്ടിലെ ടൈലിൻ്റെ കളർ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഒരു ഗ്രേ മാറ്റ് ഫിനിഷാണ് നമ്മുടെ സൺഹേർട്ടിൻ്റെ. അതാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഒറിജിനൽ സിറ്റ് ഔട്ട് യഥാർത്ഥത്തിലുള്ളത് കാണിച്ചു തരാം. ഇതിലും നമ്മൾ അതിൽ നിന്ന് എന്താണ് വ്യത്യാസമുള്ളതെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. എലവേറ്റ് ചെയ്തിരിക്കുന്ന പോർഷൻ ഏരിയ അതിൻ്റെ സെൻറ്റിമീറ്റർ വരെ കണക്കാക്കിയിട്ടാണ് ഇതിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് സ്റ്റെപ്പ് എലവേറ്റ് ചെയ്തിരിക്കുന്നത് 5 സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പ് എലവേറ്റ് ചെയ്തിരിക്കുന്നത് പോലും ആ അളവനുസരിച്ച് കൃത്യമായിട്ട് ചെയ്തിരിക്കുന്നു. പ്ലാന്റർ ബോക്സ്, അതിനകത്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ്, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് നമ്മുടെ മിനിയേച്ചറിലും കാണിച്ചിട്ടുണ്ട്. പ്ലാന്റർ ബോക്സിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഉപയോഗിച്ചിരിക്കുന്നത് പ്ലാന്റ് മൊറായാണ്. ചെറിയ കുറ്റിമുല്ലയുടെ ഒക്കെ ഒരു സങ്കര ഇനം എന്ന് വേണമെങ്കിൽ പറയാം. ക്രിസ് ബോട്ടിൽ ക്രാഫ്റ്റിൽ നിന്നാണ് ഞാനത് വാങ്ങിച്ചത്. ഇനി അടുത്തതായിട്ട് പറയാനായിട്ടുള്ളത് പെർഗോളയാണ്. നമ്മളൊരു പെർഗോള ആകെ ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് എലവേഷനിലാണ്. കാരണം ഈ ഡിസൈനുമായിട്ട് ഒരിക്കലും കട്ടാവാതിരിക്കാനായിട്ട് ഫോസ്റ്റി ഗ്ലാസ്, ടഫൻ ഗ്ലാസ് വെച്ച്, അത് 12mm ഗ്ലാസ്സാണ് ചെയ്തിരിക്കുന്നത്. അതിൽ 4 പോർഷനുള്ള ഗ്ലാസ്സായിട്ട് ചെയ്തിരിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, എത്ര പോർഷൻ ഉണ്ടെന്ന് നിങ്ങളൊന്ന് കണ്ടുവച്ചോ. അത് യഥാർത്ഥത്തിലോട്ട് വരുമ്പോഴത്തേക്ക് എത്ര പോർഷൻ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടോ. 4 പോർഷനുള്ള ഫോസ്റ്റി ഗ്ലാസ്, ടഫൻ്റെ ആയിട്ടുള്ള 12mm ഗ്ലാസ്സിൽ പെർഗോള ചെയ്തിരിക്കുന്നു. താഴെ ചെയ്തിരിക്കുന്നത് GIയുടെ സ്ട്രക്ചറാണ് അടിച്ചിരിക്കുന്നത്. GIയുടെ സ്ട്രക്ചർ അത് ക്ലാമ്പ് കൊടുത്തടിച്ചിരിക്കുന്നു. നമ്മുടെ എൽ ഷേപ്പുള്ള അത് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ ഏറ്റവും ആദ്യത്തെ ബാൽക്കണി, ഇത് നമ്മുടെ അപ്പർ ലിവിങ്ങിലെ ബാൽക്കണിയാണ് കേട്ടോ. അതിൽ 3 ട്രാക്കിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹാൻഡ് റെയിൽ ശ്രദ്ധിച്ചോളൂ, ഒരു സ്ലീക്കായിട്ടുള്ള ഹാൻഡ് റെയിലാണ് അവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി അത് യാഥാർത്ഥ്യത്തിലോട്ട് വരുമ്പോൾ എത്രമാത്രം നീതി പുലർത്തിയെന്ന് കാണാം. 3 ഗ്ലാസ് 3 ട്രാക്ക് തന്നെയാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹാൻഡ് റെയിലിൽ ചെയ്തിരിക്കുന്നത് ഗ്ലാസ്, അതിൻ്റെ മുകളിൽ ഹാൻഡ് റെയിലായിട്ട് ഉപയോഗിക്കുന്ന അലൂമിനിയമാണ്, സ്ലീക്കായിട്ടുള്ള അലൂമിനിയം. ഇത് നമ്മുടെ മുകളിലത്തെ ബെഡ്റൂമിലെ ബാൽക്കണിയാണ്. സെയിം തന്നെയാണ്, 3 ട്രാക്ക് ഗ്ലാസ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ ബാൽക്കണിയിൽ ഗ്ലാസ് യൂസ് ചെയ്തിരിക്കുന്നു. ഗ്ലാസ്സിൽ ഹാൻഡ് റെയിലായിട്ട് നമ്മൾ കുറച്ച് മുന്നേ കണ്ട അതേ സെയിം സാധനം, സ്ലീക്കായിട്ടുള്ള അലൂമിനിയം പ്രൊഫൈൽ ഉപയോഗിച്ചിരിക്കുന്നു ഹാൻഡ് റെയിലായിട്ട്. ഇവിടെ അതുപോലെ തന്നെ, അതായത് റിയാലിറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു മിനിയേച്ചർ രൂപമായിട്ട് അത്രയധികം നീതി പുലർത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഏരിയ ആയിട്ട് നമുക്ക് നോക്കാം. കയറി വരുമ്പോഴത്തേക്കും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഏരിയയാണ് ഈ കാണുന്നത്. അത് കിച്ചണിൻ്റെ സൈഡിലും അതുപോലെ നമ്മുടെ ആ ഒരു അവിടെ നമുക്ക് ഡൈനിങ്ങിൻ്റെ അവിടെയായിട്ട് 3 ട്രാക്ക് ഗ്ലാസ് വരുന്നുണ്ട് വിത്ത് അലുമിനിയം വിൻഡോ. അതിന് മുകളിൽ ഫിക്സഡും വരുന്നുണ്ട്. ആ ഫിക്സഡ് ഗ്ലാസ് മുകളിലുള്ളത് കാണുന്നു. ഈ കാണുന്നത് താഴെ വന്നിട്ട് 3 ട്രാക്കാണ് ചെയ്തിരിക്കുന്നത്. അവിടെ 2 സൺഷെയ്ഡ്സ് ഉണ്ട്, കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. തൊട്ടിപ്പുറേ നമ്മുടെ കിച്ചൻ്റെ 2 വിൻഡോസാണ് ചെയ്തിരിക്കുന്നത്. അതായത് സിംഗിൾ വിൻഡോസ് 2 നടുക്കാണ് ഹുഡ് ആൻഡ് ഹോബ് വരുന്നത്. അത് വളരെ കൃത്യമായിട്ട് ഇവിടെ ചെയ്തിരിക്കുന്നു. ആ സൺഷെയ്ഡിൻ്റെ മുകളിൽ ചെയ്തിരിക്കുന്ന വാട്ടർ കട്ട് വരെ കൃത്യമായിട്ട് ചെയ്തിരിക്കുന്നു. കളർ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രേ ആണ്. ഇനി നമ്മുടെ കിച്ചൺ ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ, കിച്ചണിൻ്റെ ബാക്ക് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ
ഒരെണ്ണം ഒരു വിൻഡോ വലുതാണ്, അത് ടു ഡോർ കൊടുത്തിരിക്കുന്നു, ഓപ്പൺ വിൻഡോ. ഒരു വിൻഡോ അതിനെ അപേക്ഷിച്ച് ചെറുതാണ്, അതേസമയം അത് 3 ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2 ഡോർ 3 ഡോർ ഇങ്ങനെ സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ റിയാലിറ്റി ശ്രദ്ധിച്ചോളൂ. 2 ഡോർ വിൻഡോ തന്നെ കൊടുത്തിരിക്കുന്നു, അതുപോലെ തന്നെ നമുക്ക് 3 ഡോറായിട്ടുള്ള വിൻഡോ വേറെയും കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പോർഷൻ, ഈ ഒരു പോർഷൻ ശ്രദ്ധിക്കുക. കിച്ചണിൻ്റെ ഡോറ് കാണാം, കിച്ചൺ ഡോറ്, അതുപോലെ തന്നെ അതിൻ്റെ താഴെയായിട്ട് നമ്മുടെ കിഡ്സ് ബെഡ്റൂമും കാണാം, സൈഡിലായിട്ട് നമ്മുടെ ഹാളിൻ്റെ ഏരിയയും കാണാൻ പറ്റും. ഇത് അതുപോലെ തന്നെ അങ്ങനെ ചെയ്തിരിക്കുന്നതാണ് സാധിക്കും. ഫ്രണ്ടിൽ ഗലാറ്റിയ പ്ലാന്റ് മാത്രം നമ്മുടെ മിനിയേച്ചറിൽ ഇല്ല. അത് ഞാൻ അവസാനം തീരുമാനിച്ചായിരുന്നു, അതുകൊണ്ടാണ് മിനിയേച്ചറിൽ ഇല്ലാതെ പോയിരിക്കുന്നത്. ഇനി ഇത് നമ്മുടെ സൈഡിലുള്ള, അതായത് കിച്ചണിൻ്റെ ഏരിയ കഴിഞ്ഞിട്ടുള്ള ഏരിയയാണ്. അതൊരു ബെഡ്റൂമാണ് കേട്ടോ. ഇത് ബെഡ്റൂമിൻ്റെ സിംഗിൾ വിൻഡോസാണ് ആ കാണുന്നത്. അതിൻ്റെ സൈഡിൽ ബാത്റൂമുണ്ട്, ബാത്റൂമിൻ്റെ വിൻഡോയാണ് ആ കാണുന്നത്. അതെല്ലാം അലൂമിനിയത്തിലാണ് ചെയ്തിരിക്കുന്നത്, ഈ കാണുന്നത് പോലെ. ഇനി അതിൽ തന്നെ നമ്മൾ കുറച്ച് മുന്നേ മിനിയേച്ചറിൽ പറഞ്ഞു പോയെന്നുണ്ട്, ഇതാണ് നമ്മുടെ കിച്ചൺ ഡോറ് കേട്ടോ. ഇനി അതിൻ്റെ സൈഡിലായിട്ട് ഫിക്സഡ് ആയിട്ടുള്ള 2 ഗ്ലാസ്സുകൾ കാണാൻ സാധിക്കും. അതൊന്ന് നമ്മുടെ സ്റ്റെയർ ഏരിയയിലുള്ള ഗ്ലാസ്സുകളാണ് കാണുന്നത്. ഇനി നമുക്കതിൻ്റെ ടെറസ് ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ മുകളിലത്തെ കിച്ചൻ്റെ മുകൾ ഭാഗത്തുള്ള ടെറസ്, ഇത് നമ്മുടെ കിഡ്സ് ബെഡ്റൂമിൻ്റെ ഫിക്സഡ് ഗ്ലാസ്സാണ് കാണിച്ചത് കേട്ടോ. 2 ടെറസുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. 2 ടെറസുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മുടെ താഴത്തെ ബെഡ്റൂമിൻ്റെ മുകളിൽ ആയിട്ട് ടെറസുണ്ട്. താഴത്തെ ബെഡ്റൂമിൻ്റെ ഗ്ലാസ്സുകൾ ഞാൻ പറഞ്ഞിരുന്നു. മുകളിലായിട്ടുള്ള ടെറസ്, ആ ടെറസ് നമ്മുടെ അപ്പർ ലിവിങ്ങിൽ നിന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പർ ലിവിങ്ങിൻ്റെ ഡോറ് അവിടെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആ കിച്ചൻ്റെ സൈഡിലുള്ള ടെറസും കാണാൻ സാധിക്കും. ഇനി സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് അതിൻ്റെ റിയാലിറ്റിയാണ് കാണിക്കുന്നത്. ഞാൻ സൈഡിൽ നിന്ന് എടുത്താണ് കേട്ടോ. അവിടെ ഒരു കറ്റിപ്പാറ പോലെ ഉള്ളത് ഞാനൊന്ന് കാണിച്ചിരുന്നു. ആ ഏരിയ നമ്മൾ ഇനി ക്രീപ്പേഴ്സ് വെച്ച് അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടേ. അത് വരുന്നതേ ഉള്ളൂ, അതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ വയ്യ. ഇതാണ് കുറച്ച് മുന്നേ കാണിച്ചത്. ഇത് നമ്മുടെ ആ കിഡ്സ് ബെഡ്റൂമാണ് കാണുന്നത്. കിഡ്സ് റൂമിൻ്റെ മുകളിലുള്ള ടെറസ് ഏരിയയാണ് ഈ കാണുന്നത്. ആ ടെറസ് ഏരിയയുടെ ഭാഗങ്ങളും അതുപോലെ ആ ടെറസ് ഏരിയയുടെ ഇപ്പുറമുള്ള താഴത്തെയും മുകളിലത്തെയും ബാത്റൂമുകളുടെ ഏരിയയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ എത്രമാത്രം പൂർണ്ണമായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ മിനിയേച്ചറിൽ എന്തും ചെയ്യാം. പിന്നെ മിനിയേച്ചറിൽ ഞാനിപ്പോൾ കാണിക്കുന്ന എക്സ്റ്റീരിയർ മാത്രമേ ഉള്ളൂ, ഇൻറ്റീരിയറും ചെയ്യാൻ സാധിക്കും. ഇത് നമ്മുടെ ടെറസാണ്. പലരും ഒന്ന് പറഞ്ഞിരുന്നേ മുകളിൽ നിന്നുള്ള ഏരിയൽ വ്യൂ കാണിച്ചില്ല എന്ന്. ഇത് തന്നെയാണ് എക്സാക്ട് ഏരിയൽ വ്യൂ, ഇതാണ്, ഇതിനകത്ത് വ്യത്യാസമില്ല. ഈ മിനിയേച്ചർ സാമ്പിളിന് 10 സെൻറ്റിമീറ്റർ നീളവും അതുപോലെ തന്നെ 10 സെൻറ്റിമീറ്റർ വീതിയും മാത്രമേ ഉള്ളൂ. ഇതിലും വലുതായിട്ടും ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ. ആ സൈഡിൽ നിന്നുള്ള താഴത്തെ മുകളിലത്തെ ബെഡ്റൂമുകളാണ് കാണുന്നത്. മുകളിലത്തെ ബെഡ്റൂമിൻ്റെ വിൻഡോസാണ് കാണിച്ചത്. ഇനി അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള എലവേഷനാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ വിഷ്ണുവാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ പ്രോജക്റ്റ് ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ എല്ലാ വീടുകളിലോട്ടും നമുക്കിത് ചെയ്യാൻ സാധിക്കും. എവിടെ വേണം നമുക്കിത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പ്രത്യേകത. ഇൻറ്റീരിയർ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. ഇൻറ്റീരിയർ ഏരിയ ഞാനിതിൻ്റെ മിനിയേച്ചർ ചെയ്തിട്ടില്ല. പക്ഷേ ഇൻറ്റീരിയറും നമുക്ക് മിനിയേച്ചർ ചെയ്യാൻ പറ്റും. ഇൻറ്റീരിയർ മിനിയേച്ചർ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഡീറ്റെയിലിംഗ്, എത്രമാത്രം ഡീറ്റെയിലിംഗ് വേണോ അത്രയും ഡീറ്റെയിലിംഗ് ഇട്ട് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ കുറച്ച് ഫോട്ടോസ്, ഇൻറ്റീരിയർ നമ്മൾ ചെയ്തിരിക്കുന്നതിൻ്റെ ഫോട്ടോസ് ഞാൻ വയ്ക്കാം. ഇതാവശ്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം. ഈ പ്രൊജക്റ്റുകൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. പ്രൊജക്റ്റുകളിലെല്ലാം ഇവരിൻ്റെ മിനിയേച്ചർ സാമ്പിൾ മസ്റ്റായിട്ടുണ്ടാക്കും. എങ്ങനെയാണ് ഒരു 3D, ആ 3Dനേക്കാളും വേറെ ലെവൽ സാധനമാണ് ആക്ച്വലി മിനിയേച്ചർ രൂപങ്ങൾ. മിനിയേച്ചർ ചെയ്യുമ്പോഴത്തേക്കും അതിൽ ഡിപ്പെൻസ് ഓൺ സൈസാണ് റേറ്റ് വരുന്നത്, സ്ക്വയർ ഫീറ്റ് റേറ്റ് അല്ല. 25,000 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. നോർമലി ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്ന മിനിയേച്ചറിന് നമുക്ക് വന്നിരിക്കുന്നത് 50,000 റുപ്പീസാണ്. 50,000 രൂപയുടെ പ്രോജക്റ്റാണ്. 50,000 രൂപ തൊട്ട് 1.5 ലക്ഷം വരെ പോകുന്നുണ്ട്. ഇൻറ്റീരിയർ ഡീറ്റെയിൽ ചെയ്യുമ്പോഴത്തേക്കും റേറ്റ് കൂടും. ഇൻറ്റീരിയർ ഡീറ്റെയിൽ ചെയ്യുമ്പോഴത്തേക്കാണ് ഈ പറഞ്ഞ 1 ലക്ഷത്തിലേക്ക് 1.5 ലക്ഷത്തിലേക്ക് ഒക്കെ പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഈ വീടിൻ്റെ ഇൻറ്റീരിയറാണ്. ഇൻറ്റീരിയർ ഞാൻ മിനിയേച്ചർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഇൻറ്റീരിയർ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ലിവിങ് ഏരിയ, ലിവിങ് സോഫ വന്നിട്ടുണ്ട്, പൂജാ യൂണിറ്റ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു എന്നേ ഉള്ളേ. ഡൈനിങ് ഏരിയ നിങ്ങളിപ്പോൾ കണ്ടു. ഡൈനിങ് ഏരിയ കഴിഞ്ഞിട്ട് കയറി വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ സ്റ്റെയർ കേസ് ഏരിയയാണ്. സ്റ്റെയർ ഏരിയ അത് നമ്മുടെ ഹാങ്ങിങ് സ്റ്റെയർ കേസ് അല്ലെങ്കിൽ സ്ട്രിങ്ങർ ബീമാണ് ചെയ്തിരിക്കുന്നത്. സ്ട്രിങ്ങർ ബീം സ്റ്റെയർ കേസ് ചെയ്യുമ്പോഴത്തേക്കും കുട്ടികളുണ്ടെങ്കിൽ ചെയ്യരുത് എന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വീണ്ടും പറയുന്നു. ഇനി കിച്ചണാണ്. കിച്ചണിൽ ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്ന ഒരൊറ്റ സിംഗിളായിട്ടുള്ള ഒരു കളർ കോഡാണ്. ഇത് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്ന ഒറാൻ സായി ബിൽഡേഴ്സിലെ കൃഷ്ണകുമാർ എൻ്റെ സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ വർക്കേഴ്സാണ് ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്നത്. അദ്ദേഹമാണ് ഈ പ്രൊജക്റ്റ് ഫുള്ളായിട്ട് ചെയ്തത്. ഇൻറ്റീരിയർ ചെയ്തത് നമ്മുടെ സ്പെക്ട്ര ഡെക്കോറാണ്. ആഷായും സുരേഷ് ചേട്ടനും അവരുടെ സ്പെക്ട്ര ഡെക്കോറാണ് ഇൻറ്റീരിയർ പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത്. ഗ്ലാസ്സുകളെല്ലാം ചെയ്തിരിക്കുന്നതും അലുമിനിയത്തിൻ്റെ വിൻഡോ ചെയ്തിരിക്കുന്ന SGD ഗ്ലാസ്സാണ് നമ്മുടെ ആകാശിൻ്റെ ടീം. അതുപോലെ ഈ ഒരു മിനിയേച്ചർ രൂപത്തിൽ നിങ്ങൾ കണ്ടു എല്ലാം കട്ടൻ ഇട്ടാണ് വിട്ടിരിക്കുന്നത്. കട്ടൻ ഇട്ട് വിട്ടതിന് കാരണം എന്താ വെച്ചാൽ ഇതിൽ ഏറെയും കട്ടൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ട പോലെ കട്ടൻസ് യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. കട്ടൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ സൈച്ചേട്ടനാണ്, അന്ന വിൻഡോസ് ആൻഡ് ഫാഷൻ. അദ്ദേഹമാണ് നമ്മുടെ കട്ടൻ ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത്.
ഇതൊരു ബെഡ്റൂമാണ് നിങ്ങൾ കാണുന്നത്. ബെഡ്റൂമിൻ്റെ ഒക്കെ മിനിയേച്ചർ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഈ കാണുന്നത് പോലെ ഒരു കസേര ഇട്ടിരിക്കുന്നത് പോലും മിനിയേച്ചറിലാക്കി എടുക്കാൻ സാധിക്കും. നിങ്ങൾ മുന്നേ കണ്ട ആ ഫോട്ടോയിലുള്ളതുപോലെ ചെയ്തെടുക്കാൻ സാധിക്കും. ഇതൊക്കെ ഞാൻ ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളുമൊക്കെ നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡോക്ടർ ഇൻറ്റീരിയർ ചാനലിലെ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവിടെ തന്നെ ബാത്റൂംസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ മിനിയേച്ചർ ചെയ്തെടുക്കാം. ബാത്റൂമിൻ്റെ ആക്സറീസ് മിനിയേച്ചറിൽ ഉൾപ്പെടുത്തി ചെയ്തെടുക്കാം. ഇതൊക്കെ നമുക്ക് സാധ്യമാകുന്നതാണ്. ഞാനിത് നമ്മുടെ ഹോം ഡീറ്റെയിലിൽ കാണിക്കാനായിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഒരു കൗതുകം, ഒരു പരീക്ഷണമാണ്. നമ്മളെപ്പോഴും വീടുകളാണ് ചെയ്യുന്നത്. ഹോം ടൂർസ് ചെയ്യുമ്പോഴത്തേക്കും അതിന് പലതിനും പുതുമയുണ്ട്, അല്ലെങ്കിൽ ചിലതിന് പുതുമയില്ല. വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ കണ്ടെത്തണം. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പം വളരെ ഒരു ഫാൻറ്റസി ആയിട്ട് തോന്നിയ ഒന്നാണ് മിനിയേച്ചർ ഹോം ടൂർ. ഇതുവരെ ആരും ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല മലയാളത്തിൽ. മറ്റു രാജ്യങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ പോലും എത്രമാത്രം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഇന്ത്യയിലായിട്ടെന്ന് പറയാനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ടിട്ടാണ് ഈ പറഞ്ഞതുപോലെ മലയാളത്തിൽ എന്തായാലും ഇല്ല. അപ്പോൾ മിനിയേച്ചർ ഹോം ടൂർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ ഇൻറ്റീരിയറൊക്കെ മിനിയേച്ചർ ചെയ്തിട്ട് അതിൻ്റെ ഹോം ടൂർ ഉൾപ്പെടുത്തി ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ആക്ച്വലി ഇൻറ്റീരിയർ മിനിയേച്ചർ ചെയ്തിട്ടില്ല. അതിനുള്ള സമയം വിഷ്ണുവിനില്ലായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്തിട്ടുണ്ടാകും. ഇപ്പോൾ കണ്ടത് കിഡ്സ് ബെഡ്റൂമാണ്, സ്റ്റെയർ കേസ്, ഇതൊക്കെ മിനിയേച്ചറായിട്ട് ചെയ്യാം. അതായത് ഇതിനെപ്പോഴും നമ്മൾ ആലോചിക്കും ഇതിന് ഇത്രയും പൈസ എങ്ങനെ വരും എന്ന് ആലോചിക്കും. പക്ഷേ ഇതിൻ്റെ സമയത്തിനാണ് കേട്ടോ വില. അത്രയും ഡീറ്റെയിലിംഗ് ചെയ്യണം, അത്രയും സമയം എടുക്കും. ഇതിപ്പോൾ നമ്മുടെ ഈ ഒരു വർക്ക് ചെയ്തെടുക്കാനായിട്ട് അവൻ അത്രയും ക്ലാരിറ്റിയോടെ ചെയ്തെടുക്കാനായിട്ട് എടുത്തത് ഏതാണ്ട് 1 മാസത്തിനകത്താണ്. ഇൻറ്റീരിയറൊക്കെ കൂടെ വരുമ്പോഴത്തേക്ക് 1, 2, 3 മാസമൊക്കെ എടുക്കും ചിലപ്പോൾ ചെയ്തെടുക്കാനായിട്ട്. ഒരു പ്ലാൻ വരയ്ക്കുന്നതിനും ബുദ്ധിമുട്ടി, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ തീരുന്ന അത്രയും സ്ട്രഗിൾ ചെയ്ത് ചെയ്യേണ്ട ഒന്നാണ് ഈ മിനിയേച്ചർ. ഈ കാണുന്ന ബ്രിഡ്ജും അതുപോലെ അതിൻ്റെ 2 ഡബിൾ ഹൈറ്റും, ആ ഡബിൾ ഹൈറ്റിൽ സ്ട്രിങ് എന്നുള്ള ആ ഒരു ഡീറ്റെയിലിങ്ങും, അതിൻ്റെ ഇപ്പം നിങ്ങൾ കാണുന്ന ആദിയോഗിയുടെ ഫ്രണ്ടിലുള്ള ആ ഒരു ഹാങ്ങിങ് ലൈറ്റും എല്ലാം മിനിയേച്ചറിൽ ഉൾപ്പെടുത്താം. ഒന്നും ഉൾപ്പെടുത്താൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ ഇത് ഉൾപ്പെടുത്താൻ പറ്റില്ല എന്നൊക്കെ തോന്നാറുണ്ട്, പലരും പറയാറുണ്ട്. പക്ഷേ അതൊന്നുമല്ല, എന്തും ഉൾപ്പെടുത്താം. ചെറിയ ബൾബ് പോലും ഇതിനകത്ത് ഉൾപ്പെടുത്താം. ഇപ്പോൾ ലിവിങ് ഏരിയ ആണ് കിടന്നത്. അപ്പർ ലിവിങ്ങിൽ നമുക്ക് ഈ കാണുന്ന സോഫയുടെ കളറ്, അതുപോലെ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആ സെൻറ്റർ ടേബിൾ, എപ്പോക്സി ടേബിൾ, റഗ്, ഇപ്പോൾ നമ്മൾ കാണുന്ന ടി വി യൂണിറ്റ്, അതുപോലെ ഇപ്പോൾ ഈ ഫ്രണ്ടിലത്തെ 3 ട്രാക്ക് വിൻഡോ ഞാൻ കാണിച്ചിരുന്നു, ബാൽക്കണി ഞാനിപ്പോൾ കാണിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ചെയ്തെടുക്കാൻ പറ്റും. എന്തും ഡീറ്റെയിൽ എടുക്കാം. മിനിയേച്ചർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് സൂക്ഷിക്കാനായിട്ടുള്ള നമ്മുടെ ഒരു മെമ്മറിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിഷ്ണുവിനോട് ഞാൻ പറഞ്ഞേടാ ഇതെനിക്കൊന്ന് ചെയ്തു വെച്ചേക്കണം എന്ന് പറഞ്ഞാൽ അവൻ സമയമെടുത്ത് ചെയ്തതാണ്. ടൈം കൊടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും. എൻ്റെ നമ്പർ ഞാനിപ്പോൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. മിനിയേച്ചർ സാമ്പിൾ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ എലവേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം വിളിച്ചാൽ ഞങ്ങൾക്ക് കുറച്ച് സമയമോടെ തരണം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ സാമ്പിൾ മിനിയേച്ചർ നിങ്ങൾക്ക് ഏത് രീതിയിൽ നിങ്ങൾ എങ്ങനെ ആവശ്യപ്പെടുന്നു, നിങ്ങൾക്ക് ഏത് കളറിലൊക്കെ ഫൈനലൈസ് ചെയ്തിട്ട് വേണം തരാൻ. ഇപ്പോൾ ഇതിൻ്റെ ഗ്രേ കളർ ആയതുകൊണ്ട് അതുവരെ ഞാൻ ഫൈനലൈസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അത്ര ക്ലാരിറ്റിയോടെ നിങ്ങളുടെ ഒരൊറ്റ എലമെൻറ്റ് പോലും വിട്ടുപോകാതെ ഭംഗിയോടെ വൃത്തിയോടെ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് മിനിയേച്ചർ. എന്തായാലും ഒരു മിനിയേച്ചർ ഹോം ടൂർ കാണിക്കുക എന്നുള്ളത് ആലോചിച്ചിരുന്നില്ല. വളരെ യാദൃശ്ചികമായിട്ട് മനസ്സിൽ വന്നൊരാശയം പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ്. കാണിക്കാൻ സാധിച്ച വളരെ സന്തോഷമായി എന്ന് എനിക്ക് വളരെ സന്തോഷത്തോടെ പറയാൻ സാധിക്കും. ഇത് എത്ര പേര് കാണുന്നു എന്നുള്ളതല്ല, ഇതാദ്യം യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം. നിങ്ങളുടെ ഓരോരുത്തരും എൻ്റെ ഒപ്പം നിന്നു. എൻ്റെ വീട് പണിയുന്ന സമയത്ത് വീടിൻ്റെ വീഡിയോ കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ അതിനകത്ത് കമൻ്റ് ഇടുകയും ഒത്തിരി അഭിപ്രായങ്ങൾ പറയുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. അവരോടൊക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കുന്നു. നന്ദി എന്നുള്ളത് ഒരു അകൽച്ചയാണ്, അതുകൊണ്ട് നന്ദിയല്ല പറയുക, സ്നേഹമാണ് പറയുന്നത്. നിങ്ങളുടെയൊക്കെ ആശീർവാദം ഉണ്ടാവുമെന്നറിയാം. നിങ്ങളുടെയൊക്കെ ആശീർവാദത്തോടെ ഈ ഒരു മിനിയേച്ചർ ഹോം ടൂർ ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. വീണ്ടും കാണാം. അപ്പോൾ ഞാൻ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടൊക്കെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാം. അല്ലാതെ നിങ്ങളുടെ വീട് കൺസൾട്ട് ചെയ്യാനും വിളിക്കാം കേട്ടോ. ഫോണിൽ വിളിച്ച് സംസാരിച്ച് നിങ്ങളുടെ സജഷൻ എടുക്കുന്നതിനും ഞാൻ ഓൺലൈനിൽ പൈസ വാങ്ങാറില്ല. പലരും ചോദിക്കാറുണ്ട്, ഞാൻ പൈസ വാങ്ങുന്ന ഒരാളല്ല ഓൺലൈനിൽ. അപ്പോൾ വീണ്ടും കാണാം ഒരു നല്ലൊരു വീഡിയോയുമായി. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.